Hi there guys, welcome back to my YouTube channel. ഇങ്ങനെ വിൻഡോസ് അപ്ഡേറ്റ് ഓഫ് ചെയ്യാന്നുള്ള കുറിച്ചാണ്. വിൻഡോസ് അപ്ഡേറ്റ് കാരണമുള്ള ഇഷ്യൂസ് വിൻഡോസ് PC യൂസ് ചെയ്യുന്ന എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. കാരണം മെയിൻലി ആദ്യം വരുന്ന പ്രോബ്ലം അതാണ്. വിൻഡോസ് അപ്ഡേറ്റ് ഓഫ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വിൻഡോസ് അപ്ഡേറ്റ് സിസ്റ്റത്തിന് നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ 90% നമുക്ക് ആവശ്യമില്ലാത്തതാണ് വിൻഡോസ് അപ്ഡേറ്റ്. ഇതിന്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വിൻഡോസ് അപ്ഡേറ്റിന്റെ ഇൻസ്റ്റാളേഷൻ മെജോറിറ്റിയും നടക്കുന്നത് നമ്മൾ വിൻഡോസ് ഷട്ട് ഡൗൺ ചെയ്യുന്ന ടൈമിലായിരിക്കും. നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുന്ന ടൈമിൽ ഒരു ബ്ലൂ സ്ക്രീൻ എറർ വന്നിട്ട് കോൺഫിഗറിംഗ് വിൻഡോസ് അപ്ഡേറ്റ്സ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കും. ഈ ടൈമിലാണ് കൂടുതലും വിൻഡോസ് അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ആവുന്നത്. നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തിട്ട് ടൈം കൂടുതൽ എടുക്കുന്നതുകൊണ്ട് മെജോറിറ്റി ആൾക്കാരും പവർ ബട്ടൺ പ്രസ് ചെയ്ത് സിസ്റ്റം ഓഫ് ചെയ്യാൻ നോക്കും. അങ്ങനെ ചെയ്യുന്നതിന്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹാർഡ് ഡിസ്കിന് ഇഷ്യൂ വരും. ഒരിക്കലും പവർ ബട്ടൺ പ്രസ് ചെയ്ത് സിസ്റ്റം ഓഫ് ചെയ്യരുത്. സിസ്റ്റം ഷട്ട് ഡൗൺ ആയി തന്നെ ഓഫ് ചെയ്യണം. ഹാർഡ് ഡിസ്കിന്റെ ഇഷ്യൂ കാരണം നമുക്ക് വോയിസിനും പ്രോബ്ലം വരും. വിൻഡോസ് 7 യൂസ് ചെയ്യുന്ന PC-യിൽ കൺട്രോൾ പാനലിൽ കയറിയാൽ നമുക്ക് വിൻഡോസ് അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വിൻഡോസ് അപ്ഡേറ്റ് പെർമനന്റ് ആയിട്ട് ഓഫ് ചെയ്യാം. വിൻഡോസ് 7 കഴിഞ്ഞിട്ട് വരുന്ന ഒരു വിൻഡോസിന്റെ വെർഷനിലും വിൻഡോസ് അപ്ഡേറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ വിൻഡോസ് 7 കഴിഞ്ഞിട്ടുള്ള എല്ലാ വിൻഡോസ് വോയിസിലും നമുക്ക് മാനുവലായിട്ട് കയറി തന്നെ വിൻഡോസ് അപ്ഡേറ്റ് ഓഫ് ചെയ്യണം. നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഡോട്ട്നെറ്റ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ മൈക്രോസോഫ്റ്റിന്റെ ഒരു ആപ്പ് ഉണ്ട്. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഈ ഡോട്ട്നെറ്റ് ഫ്രെയിംവർക്ക് കൂടെ ഇൻസ്റ്റാൾ ചെയ്തേക്കണം. എന്നാലേ നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് വിൻഡോസ് അപ്ഡേറ്റ് എന്നാണ് ഡോട്ട്നെറ്റ് ഫ്രെയിംവർക്ക് ഇൻസ്റ്റാൾ ആവുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡോട്ട്നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം വിൻഡോസ് അപ്ഡേറ്റ് ഓഫ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ കൺട്രോൾ പാനലിൽ കയറുക, പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാംസ് ആൻഡ് ഫീച്ചേഴ്സിൽ നമുക്ക് ടേൺ വിൻഡോസ് ഫീച്ചേഴ്സ് ഓൺ ആൻഡ് ഓഫ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനാണ് കൊടുക്കാനുള്ളത്. ഈ 3 കോളം ടിക്ക് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ബേസിക്കലി ഇത് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ വിൻഡോസ് അപ്ഡേറ്റ് എന്നാണ് ഇതിൻ്റെ ഫയൽസ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്താലേ അത് ഓഫ് ചെയ്യാൻ പറ്റും. ഈ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക, വിൻഡോസ് അപ്ഡേറ്റ് ഡൗൺലോഡ് ഫയൽസ് പറയുക. ഇത് കംപ്ലീറ്റ് ആവുന്നത് വെയിറ്റ് ചെയ്യുക. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള PC-യിൽ ഫസ്റ്റ് വിൻഡോസ് അപ്ഡേറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഏത് PC-യിലായാലും ഡോട്ട്നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം വിൻഡോസ് അപ്ഡേറ്റ് ഓഫ് ചെയ്യുക. വിൻഡോസ് അപ്ഡേറ്റ് ഓഫ് ചെയ്താൽ അതിൻ്റെ ഒരു ഇഷ്യൂസ് പിന്നെ അങ്ങോട്ട് വരത്തില്ല. നമുക്ക് വിൻഡോസ് അപ്ഡേറ്റ് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വോയിസ് റീലോഡൊക്കെ ചെയ്താലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വിൻഡോസ് PC നോർമൽ വർക്കിംഗ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ വിൻഡോസ് അപ്ഡേറ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ ഫ്യൂച്ചറിൽ അതിൻ്റെ പ്രോബ്ലം വരത്തില്ല. PC-യുടെ ചില ഡ്രൈവേഴ്സ് വിൻഡോസ് അപ്ഡേറ്റ് എന്നാണ് ഡൗൺലോഡ് ആവുന്നത്. അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ലാപ്ടോപ്പിൻ്റെ കമ്പനി സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ഡ്രൈവേഴ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സീരിയൽ നമ്പർ മാത്രം എൻ്റർ ചെയ്താൽ മതി. എൻ്റെ ലെനോവോ G50 ലാപ്ടോപ്പാണ്. അപ്പോൾ ലെനോവോയുടെ സൈറ്റിൽ കയറി സീരിയൽ നമ്പർ എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ഈ ലാപ്ടോപ്പിൻ്റെ എല്ലാ ഡ്രൈവേഴ്സും വരും. നമുക്കതിന് വിൻഡോസ് അപ്ഡേറ്റിൻ്റെ ആവശ്യമില്ല. വിൻഡോസ് 10 യൂസ് ചെയ്യുന്ന പല യൂസേഴ്സും തിരിച്ച് വിൻഡോസ് 7ലേക്ക് പോകുന്ന മെയിൻ കാര്യം ഈ വിൻഡോസ് 10ന്റെ അപ്ഡേറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അപ്ഡേറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുഴപ്പമില്ല. നമുക്ക് വിൻഡോസ് 10 തന്നെ യൂസ് ചെയ്യാം. 7ലോട്ട് പോകേണ്ട കാര്യമില്ല. പക്ഷേ വിൻഡോസിന്റെ അപ്ഡേറ്റ് എത്രയും നേരത്തെ ഓഫ് ചെയ്യുന്നതാണ് അത്രയും നല്ലത്. ഇപ്പോൾ ഡോട്ട്നെറ്റ് ഫ്രെയിംവർക്കിന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ക്ലോസ് ചെയ്യാം. വിൻഡോസ് അപ്ഡേറ്റ് ഓഫ് ചെയ്യാൻ നമുക്ക് റൺ കമാൻഡ് കൊടുക്കുക. ഇതിൽ services.msc ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഇതിൽ നമുക്ക് വിൻഡോസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതാണ് ഓപ്ഷൻ. വിൻഡോസ് അപ്ഡേറ്റ് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡിഫോൾട്ടായിട്ട് PC-യിൽ ഈ ഓപ്ഷൻ ആയിരിക്കും, മാനുവൽ എന്നായിരിക്കും കിടക്കുന്നത്. നമ്മളത് ഡിസേബിൾഡ് കൊടുക്കുക. റണ്ണിങ് സ്റ്റാറ്റസ് സ്റ്റോപ്പ് കൊടുക്കുക. ഇത് ചിലപ്പോൾ 2-3 പ്രാവശ്യം നമ്മൾ സ്റ്റോപ്പ് കൊടുത്താൽ ചിലപ്പോൾ സ്റ്റോപ്പ് ആകത്തുള്ളൂ. ഡിസേബിൾഡ് ആണ് സ്റ്റോപ്പ് ആണെന്ന് കൺഫേം ആയിട്ട് നമ്മൾ അപ്ലൈ കൊടുക്കുക, ഓക്കെ ഇടുക. ഇപ്പോൾ വിൻഡോസ് അപ്ഡേറ്റ് ഡിസേബിൾഡ് ആണ്. വിൻഡോസ് അപ്ഡേറ്റ് ഓഫ് ആണ്. വിൻഡോസ് അപ്ഡേറ്റിന്റെ പ്രോബ്ലം വരത്തില്ല. വിൻഡോസ് അപ്ഡേറ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.